ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മുംബൈയിൽ നിന്ന് പൂനെയിലേക്കുള്ള യാത്രയിലാണ്. മുംബൈയിൽ നിന്ന് പൂനെ വരെ 150 കിലോമീറ്റർ ഉണ്ട്. ഈ ഫ്ലൈ ഓവറിന് അടിയിലൂടെയാണ് നമ്മളെ ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുന്നത്. ഇവിടെ മുംബൈ മെട്രോ കോർപ്പറേഷൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുംബൈ നഗരത്തെ അതിൻ്റെ ഉപനഗരമായ നവി മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന 21.8 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു റോഡ് പാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നറിയപ്പെടുന്ന അതിൻ്റെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നീളം കൂടിയ ഒരു കടൽപ്പാലമാണിത്. ഈ പാലം തെക്കൻ മുംബൈയിലെ സ്രാവിയിൽ നിന്ന് ആരംഭിച്ച് എലിഫൻ്റ് ദ്വീപ് വടക്ക് ഭാഗത്ത് താനെ ക്രീക്ക് മുറിച്ച് കടന്ന് ചെർളെ ഗ്രാമത്തിൽ പാലം അവസാനിക്കും. ഇത് വലിയ എൻജിനീയറിംഗ് വിസ്മയമാണ്. കടലിന് മുകളിലൂടെ തന്നെ 16.5 കിലോമീറ്റർ കടലിന് മുകളിലൂടെയും 5.5 കിലോമീറ്റർ ഇതുപോലെ കരയിലൂടെയുമാണ് ഈ പാലം പോകുന്നത്. അതിൻ്റെ വലിയ പണി നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെട്രോ റെയിലിൻ്റെ പണി നടക്കുന്നുണ്ട്. ഈ കടൽ ലിങ്കിൽ ഇരുവശത്തും 3+3 വരി ഹൈവേ ആണ്. ഒരു ലൈൻ അടിയന്തര ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു 17,843 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ഒരു സീ ലിങ്ക് പാലമാണ്. ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇതിലെ വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നുണ്ട്. ഞാൻ അന്ന് ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മുംബൈയിൽ നിന്ന് ഈ ഫ്ലൈ ഓവറിന് താഴെ കൂടെ ഈ ഗതാഗതം തിരിച്ചുവിട്ട് ഒത്തിരി ദൂരം ഇതിൻ്റെ താഴെ കൂടെ തന്നെയാണ് പോകുന്നത്. മുംബൈയിൽ നിന്ന് പൂനെ വരെയുള്ള റോഡ് യാത്ര ഇവിടെ മോശമാണെങ്കിലും അതിമനോഹരവും ആവേശകരവുമായ പ്രകൃതി സൗന്ദര്യവും ചരിത്ര സ്മാരകങ്ങൾ, മലഞ്ചെരുവുകളിലെ കാഴ്ചകൾ എന്നിവയിൽ സമ്പന്നമാണ് ഈ യാത്ര. മുംബൈ പൂനെ എക്സ്പ്രസ് വേ NH-48 ടോൾ റോഡുണ്ട്. മനോഹരമായ പർവ്വത കാഴ്ചകളൊക്കെ ഉണ്ട്. അതിലെ പോയാൽ എന്നെ ഇവിടെ പോലീസ് കൈ കാണിച്ചിരിക്കുകയാണ്. ഞാൻ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല. അവരുമായി സംസാരിച്ചതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ പേപ്പേഴ്സൊക്കെ ചോദിച്ചതിന് ശേഷം നമുക്ക് ഇവിടുന്ന് വീണ്ടും പോകാം. പോലീസ് ഓഫീസറുമായി അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എവിടെ നിന്ന് വന്നതാണ്, എന്താണ് ഉദ്ദേശം, അങ്ങനെ എല്ലാ എൻ്റെ ഡീറ്റെയിൽസുകളും അവർ കവർ ചെയ്തു. അങ്ങനെ അവർ വളരെയധികം നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറിയത്. ഫൈനൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ നല്ല രീതിയിൽ പെരുമാറി അവിടെ നിന്ന് ഞാൻ അവരോട് ബൈ പറഞ്ഞ് വീണ്ടും എൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. മുംബൈയിൽ നിന്ന് പൂനെയിലേക്ക് 2 ഹൈവേകളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ NH-48 അത് ടോൾ റോഡാണ്. അതിലെല്ലാം ഞാൻ പോയത്. NH-66 അതൊരു 4 മണിക്കൂർ സമയമെടുക്കും. എങ്കിലും ലോണേവാല, ഹെൻഡാല എന്നീ ഹിൽ സ്റ്റേഷനിലൂടെ യാത്ര മനോഹരമായ ഒരു അനുഭവമാണ്. എൻ്റെ യാത്ര മഴ പെയ്ത ഒരു സമയത്തു കൂടിയായതിനാൽ നല്ല പച്ചപ്പുതച്ച മലനിരകളും വെള്ളച്ചാട്ടങ്ങൾ മൂടിക്കെട്ടിയ കാഴ്ചകളൊക്കെ ആയിട്ട് മുംബൈ മുതൽ പൂനെയിലേക്കുള്ള റോഡ് യാത്ര ഒരു യാത്രയല്ല, ഒരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ മുംബൈ നഗരം പിന്നിട്ട് കുർളയിലൂടെയൊക്കെയാണ് ഈ യാത്ര പോകുന്നത്. അവിടെ നിന്ന് നവി മുംബൈയിലേക്ക് എത്തും. നവി മുംബൈയിൽ നിന്ന് 22 കിലോമീറ്റർ അകലെയാണ് നവി മുംബൈ. ഇതാണ് കുർളെ ഭാഗം. നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും കുർളെ റെയിൽവേ സ്റ്റേഷനൊക്കെ. അതാണ് കുർളെ. ഇവിടെ നിന്ന് വീണ്ടും യാത്ര ആരംഭിച്ചു. നവി മുംബൈയിലേക്കാണ്. നവി മുംബൈ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ്. പണ്ട് ന്യൂ ബോംബെ എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടുത്തെ ഫ്ലൈ ഓവറുകളെല്ലാം വടക്കേന്ത്യൻ ഭാഗത്തെ എല്ലാ ഫ്ലൈ ഓവറുകളും ഇതുപോലെ പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് നല്ല ഭംഗിയിലും സൂക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ അവിടേക്കാണ് വാൾ പോസ്റ്റൊക്കെ ഒട്ടിച്ച് കുറേ
എഴുത്തുകളെല്ലാം എഴുതി വെച്ചിരിക്കുന്ന പോലെയല്ല. അവിടെയെല്ലാം നല്ല സൂക്ഷിച്ച് ഫ്ലൈ ഓവറുകളൊക്കെ വൃത്തിയായി പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്ന ആണ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഞാൻ യാത്രയിൽ കണ്ടത്. മഹാരാഷ്ട്രയിലെ കൊങ്കൺ ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആസൂത്രിത നഗരമാണ് നവി മുംബൈ. ഇത് താനെ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടം ശുചിത്വ സർവേയുടെ സ്വച്ഛ് സർവേയിൽ 3-ാം സ്ഥാനം തുടർച്ചയായി 2 വർഷവും കിട്ടിയ ഒരു സ്ഥലമാണ് നവി മുംബൈ. നഗരത്തിലുടനീളം ബഹുരാഷ്ട്ര കമ്പനികളുടെ ഹെഡ് ഓഫീസും ശാഖയുമുണ്ട്. അതുകൊണ്ട് ഈ നഗരം സജീവമായി ബിസിനസ് കേന്ദ്രമായി മാറി. അതുപോലെ ഇവിടം ഉയർന്ന മാർക്കറ്റ് റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. ധാരാളം അപ്പാർട്ട്മെൻറ്റുകളും മുംബൈക്ക് 22 കിലോമീറ്റർ മാത്രമുള്ളത് കാരണം വളരെ വലിയ അമ്പരച്ചുംബികളായ ഫ്ലാറ്റ് സമുച്ചയങ്ങളെല്ലാം തന്നെ നമുക്ക് വഴിനീളെ കാണാൻ സാധിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ ഏറ്റവും സമ്പന്നമായ ഒരു കോർപ്പറേഷനാണ് നവി മുംബൈ. നവി മുംബൈയിലെ ജനസംഖ്യ 12 ലക്ഷത്തോളം വരും. മുംബൈ പൂന എക്സ്പ്രസ് വേ ആരംഭിക്കുന്നത് നവി മുംബൈയിലെ കലംബോളിയിൽ നിന്നാണ്. ഇവിടുത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷൻ പൻവേൽ റെയിൽവേ സ്റ്റേഷനാണ്. തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് പൻവേൽ. എല്ലാ ഔട്ട് സ്റ്റേഷൻ ട്രെയിനുകളും ഇവിടെ 5 മുതൽ 10 മിനിറ്റ് വരെ ഇവിടെ നിർത്തുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും നവി മുംബൈ വലിയൊരു സിറ്റിയായി മാറിയിരിക്കുകയാണ്. ഇവിടെയും ഇതുപോലെ തന്നെ ഇതിന് നമ്മൾ സഞ്ചരിക്കുന്ന റോഡിന് 2 സൈഡിൽ കൂടെയും വൻ ഫ്ലൈ ഓവറുകളെല്ലാം കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഡെക്കാൻ പീഠഭൂമിയിലെ മഹാരാഷ്ട്ര സംസ്ഥാനത്തെ നഗരമായ പൂനെയിലേക്കാണ് എൻ്റെ യാത്ര. ഈ പൂനെയ്ക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ലോണാവാല കൂടിയാണ് പൂനെയ്ക്ക് പോകേണ്ടത്. ലോണാവാല ഒരു ഹിൽ സ്റ്റേഷനാണ്. നവി മുംബൈയിലെ ചില ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് ഈ കാണുന്നത്. ഒത്തിരി റെസിഡൻഷ്യൽ ഏരിയയും കൂടിയാണ് മുംബൈയിലെ ഔട്ടറിൽ ഉള്ള 21 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ഈ നവി മുംബൈയിൽ. ധാരാളം ഇതുപോലെ തന്നെ വലിയ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളെല്ലാം തന്നെയുണ്ട്. ഇവിടെ നിന്ന് പൂനെയിലേക്ക് എത്തിയാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഓട്ടോമൊബൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നതും പൂനെയാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൂടി പൂനെയിലാണ്. അതുപോലെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അവിടം. അതുകൊണ്ട് പൂനെയെ കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നും അറിയപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇങ്ങനെ അമ്പരചുംബികളായ ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ ഇടയിലൂടെയാണ് ഈ NH-48 കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ യാത്രയിലൂടെ ഉടനീളം ഈ സിറ്റി കാഴ്ചകൾ മാത്രം കണ്ടുകൊണ്ടാണ് ഇന്നത്തെ യാത്ര. മഹാരാഷ്ട്രയിലെ മനോഹരമായ ഒരു മലനിരയാണ് ലോണാവാല. മുംബൈയിൽ നിന്ന് 83 കിലോമീറ്ററും പൂനെയിൽ നിന്ന് 65 കിലോമീറ്ററും ദൂരം മാത്രമേ ഉള്ളൂ ലോണാവാലയിലേക്ക്. ഇന്ന് ഞാൻ പോയപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല കോടയൊക്കെ ഇറങ്ങി നല്ല രസകരമായാണ് കിടക്കുന്നത്. സഹ്യാദ്രി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു താഴ്വരയാണ്. മൂടിക്കെട്ടിയ മലനിരകളും വെള്ളച്ചാട്ടങ്ങൾ, ഗുഹകൾ, കോട്ടകൾ എന്നിവയെല്ലാം അടങ്ങിയ ഒരു മലനിരയാണ്. ഇതാണ് നമുക്ക് കോടയിറങ്ങി ഒരു വണ്ടിക്ക് കാണാത്തത്ര വിധം കോടയിറങ്ങി വളരെ സുന്ദരിയായിരിക്കുകയാണ് ലോണാവാല മലനിരകൾ. ഇവിടെ മഴക്കാലത്ത് സന്ദർശിക്കേണ്ട ഒരു സംഗതിയാണ്. ഭംഗി കൂടുതൽ ഉള്ള ഒരു സമയം കൂടിയാണ്. ഇവിടം രാജ്മാച്ചി കോട്ട, കർള ആൻഡ് ബജാ ഗുഹകൾ, 2-ാം നൂറ്റാണ്ടിൽ പണിത ബുദ്ധ ഗുഹകൾ, അതുപോലെ തന്നെ പാവന തടാകം, ബോട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമൊക്കെയുള്ള ഒരു മലനിരം കൂടിയാണ് ലോണാവാല ഹിൽ സ്റ്റേഷൻ. അതിൻ്റെ പ്രകൃതി രമണീയതയൊക്കെ
കണ്ട് അനുഭവിച്ച് വീണ്ടും പൂനെയിലേക്കാണ് എൻ്റെ യാത്ര. ഇന്ന് പൂനെയിലാണ് സ്റ്റേ ചെയ്യുന്നത്. ധാരാളം യാത്രക്കാർ വണ്ടിയൊക്കെ നിർത്തി ഇതെല്ലാം തന്നെ ഫോട്ടോയൊക്കെ എടുത്ത് അവർ സെൽഫിയൊക്കെ എടുത്ത് ഇവിടെ ധാരാളം വണ്ടികൾ ഇവിടെ എല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കാണാൻ വേണ്ടി. ഇപ്പോൾ വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആവുന്നുള്ളൂ. പക്ഷേ കോട ഇറങ്ങിയ കാരണം രാത്രി 7 മണിയൊക്കെ ആയ പോലെ തന്നെ എല്ലാ വണ്ടികളും ഹെഡ്ലൈറ്റൊക്കെ ഓൺ ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള യാത്രാവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.